പഹൽഗാം ഭീകരാക്രമണത്തിൽ CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി രാജ്യവിരുദ്ധ പ്രസ്താവനയാണ് നടത്തിയതെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കണ്ണൂർ മാരാർജി ഭവനിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MA ബേബി ചോദിച്ചത് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ രാജ്യം എന്തു നേടിയെന്നാണെന്നും കൃഷ്ണദാസ് പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം പഹൽഗാം ഭീകരാക്രമണം നടത്തിയവർക്കെതിരെ എന്തു ചെയ്തു എന്നാണ്. ഓപ്പറേഷൻ സിന്ദൂരിലൂടെ പാകിസ്ഥാനിലെ 9 ഭീകര താവളങ്ങൾ തകർത്തു. കാണ്ഡഹാർ വിമാന റാഞ്ചലിൽ പങ്കെടുത്ത ഭീകരരെ കൊന്നിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ചിത്രങ്ങളും വീഡിയോകളും സൈന്യം പുറത്തുവിട്ടതാണ്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് MA ബേബി ഇത്തരം സംശയങ്ങൾ ഉന്നയിക്കുന്നതെന്നും ഇത് പാകിസ്ഥാൻ സൈന്യത്തെ പ്രകീർത്തിക്കലും ഇന്ത്യൻ സൈന്യത്തെ ഇകഴ്ത്തലുമാണെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. മാത്രമല്ല ഇതുവഴി ഈ പ്രസ്താവന ഇന്ത്യ വിരുദ്ധമാണ് എന്ന് മാത്രമല്ല, ഇത് പാകിസ്ഥാൻ അനുകൂലമാണ്. കാരണം നമ്മുടെ ഇന്ത്യൻ സൈന്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന സമയത്ത് പാക് സൈന്യത്തെ പ്രകീർത്തിക്കാനാണ് ഈ MA ബേബി തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവന, പാക് അനുകൂലമായിട്ടുള്ള പ്രസ്താവന നിരുപാധികം പിൻവലിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി തയ്യാറാകണമെന്ന് BJP ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല ഇതുവഴി എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അത് വ്യക്തമാക്കണം. ഇന്ത്യൻ സൈന്യം കഴിവുകെട്ടവരാണോ, ഇന്ത്യൻ സൈന്യം കളവ് പറയുന്നവരാണോ, എന്താണ് MA ബേബിയും മാർക്സിസ്റ്റ് പാർട്ടിയും ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ താഴ്ത്തിക്കൊണ്ട് ഇന്ത്യൻ സൈന്യത്തെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് ഈ പ്രസ്താവനയിലൂടെ മാർക്സിസ്റ്റ് പാർട്ടിയും MA ബേബിയും എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അവർ വ്യക്തമാക്കേണ്ടതാണ്. ഇത് നഗ്നമായിട്ടുള്ള രാജ്യദ്രോഹമാണ്, രാജ്യദ്രോഹപരമായ പ്രസ്താവനയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാകിസ്ഥാൻ അനുകൂല പ്രസ്താവന നടത്തിയ MA ബേബിക്കെതിരെയും മാർക്സിസ്റ്റ് പാർട്ടിക്കുമെതിരെ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നിയമപരമായി എന്തു ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുമെന്ന് PK കൃഷ്ണദാസ് പറഞ്ഞു. ഇതുതന്നെയാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും ചെയ്തത്. സൈന്യത്തെ അപകീർത്തിപ്പെടുത്തുകയാണ് അവർ ചെയ്തതെന്നും കൃഷ്ണദാസ് പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള 100% വിജയചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ITI. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 4.5 പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം. കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് NCVT സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ITI. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, KGCE ഈവനിംഗ് ബാച്ചുകൾ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, 50% ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.